ഗൈസ് നമുക്കിന്നൊരു ഫ്ലോറൽ സെൻറ്റാങ്കിളായിട്ട് നോക്കാം. അപ്പോൾ അത് അതിനെന്ത് ചെയ്യുക, ഫ്ലോറലാണല്ലോ, ആദ്യം നമ്മൾ ഫ്ലവേഴ്സ് വരച്ചെടുക്കുക. ഫ്ലവേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചെടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ പെറ്റൽസൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞ രീതിയിലൊക്കെ കുറച്ച് ഇങ്ങനെ വരച്ചെടുത്താൽ കുറച്ചും കൂടി ലുക്കുണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ ഫ്ലവേഴ്സ് എന്ത് ചെയ്യുക, പേപ്പർ ഫുള്ളാണ്ട് വരച്ചുകൊണ്ട് സെറ്റാക്കി വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവില്ല, ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെറിയ ചെറിയ സർക്കിൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ചെറിയ ചെറിയ ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ വരച്ചു കൊടുത്താണ്ടിട്ട് അത് ഫില്ല് ചെയ്തെടുക്കുക അതിൻ്റെ സെൻറ്റർ മൊത്തം. നമുക്ക് വേണമെങ്കിൽ സർക്കിൾ വരച്ചാണ്ടിട്ടൊരു സെൻറ്റർ പോലെ അങ്ങനെ ആക്കിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ പെറ്റൽസ് അടിച്ചെടുത്താലും മതി. ഞാൻ പിന്നെ അത് റെഡി ആയിട്ടില്ലെങ്കിലോ കരുതിയിട്ട് ആദ്യം അതിൻ്റെ ഉള്ളിൽ ഒരു സർക്കിൾ പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ ചെറിയ ചെറിയ സർക്കിൾസ് ഇങ്ങനെ വരച്ചു കൊടുത്തേക്കാണ്. വലിയ സർക്കിൾ വരച്ചിട്ട് പിന്നെ ചെറിയ ചെറുത് വരച്ചു കൊടുത്ത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. എങ്ങനെയായാലും വീഡിയോ കാണാൻ പോലെ ചെയ്താൽ മതി. 2 ടൈപ്പിൽ ചെയ്താലും സാധനം സെറ്റായിട്ട് കിട്ടും. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പെറ്റൽസിന് ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. പക്കാ സ്ട്രൈറ്റ് വേണമെന്നില്ല, കുറച്ചൊരു ഇങ്ങനെ വളഞ്ഞ് വരച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി വളഞ്ഞിട്ടാകുമ്പോഴാണ് കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടാവുക. വിചാരിച്ച് ഓവർ വളയ്ക്കും വേണ്ട, സ്ട്രൈറ്റും വേണ്ട, അങ്ങനെ വരച്ചെടുക്കുക. അങ്ങനെ നമ്മളെല്ലാ ഫ്ലവേഴ്സിൻ്റെയും പെറ്റൽസ് ഇങ്ങനെ വരച്ചെടുക്കുക. അത് കുറച്ച് ടൈം എടുക്കും, പക്ഷേ ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമായിട്ട് കിട്ടും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല സുഖത്തിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൈമൊക്കെ പോകാൻ നല്ല പരിപാടിയാണ്. ഇങ്ങനെ ഇരുന്ന് വയ്ക്കുക. പോരാത്തതിന് സൈഡിൽ ഒരു ക്യാൻഡിലും കൂടി കത്തിച്ച് വെച്ചാൽ നല്ലൊരു ഫീൽ തന്നെ കിട്ടും. പിന്നെ ഒരു സൈഡിലൊരു ചെറിയ പാട്ടൊക്കെ ഇട്ട് എന്നിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി, സെറ്റ് കയറാം. അങ്ങനെ നമ്മളെന്ത് ചെയ്യുക, ഫുള്ള് വരച്ചെടുക്കുക. അതിൻ്റെ എല്ലാ പെറ്റൽസിനും ഇങ്ങനെ ലൈൻസ് വരച്ചു കൊടുക്കുക. ലൈൻസ് വെച്ച് എല്ലാം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പെൻസിലുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു എഫക്റ്റ് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു ലുക്ക് ഉണ്ടാവും കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെൻസിൽ കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്തിക്കണം. പിന്നെ നമ്മൾ ആ പെറ്റൽസ് എന്ത് ചെയ്യുക, ഒന്ന് ഡാർക്കനിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി തിക്നെസ് ഉള്ള ഒരു മാർക്കർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വരച്ചു കൊടുത്തിന്. ആ പെറ്റലിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പം നമ്മൾ കുറച്ച് തിക്നെസ് കുറച്ചിട്ടും മേലേക്ക് വരുമ്പോൾ കുറച്ച് തിക്നെസ് കൂട്ടിയിട്ടും ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും കാണാൻ. അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് സെറ്റാകുമ്പോൾ നമ്മളെ സാധനം എന്താവും, സെറ്റാവും. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ട്രൈ ആക്കി നോക്കാം. അപ്പോൾ എന്തായാലും കൂടെ കൂട്ടാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.